പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലിയർപ്പിക്കാം. നമ്മൾ ദൈവാനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് വന്നു ചേർന്നിരിക്കുക. ഭൗതിക നന്മകളെക്കാളുപരി ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. അത് കൃപ എന്ന് പറയില്ല, മറിയത്തെ വിളിച്ചത് ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ്. കൃപയാണ് വേണ്ടത് നമുക്ക്. നിനക്കെൻ്റെ കൃപ മതി എന്ന പൗലോസ് അപ്പോസ്തലനോട് ദൈവം പറയുന്നത്, കൃപ വ്യർത്ഥമാക്കരുത്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുത്. കൃപ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുക. അതുകൊണ്ട് കൃപ ചോർന്നു പോകുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ദൈവത്തിന് നിരക്കാത്ത, ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കൃപ നഷ്ടപ്പെട്ടു പോകും. നമ്മൾ കുമ്പസാരിക്കുമ്പോഴും കുർബാന അർപ്പിക്കുമ്പോഴും കുർബാന സ്വീകരിക്കുമ്പോഴെല്ലാം നമ്മളെ കൃപ വന്ന് നിറയുന്നുണ്ട്. ഈ കൃപ നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമുക്കതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് സമൃദ്ധമായി വർഷിക്കുന്ന കൃപ, ഈശോ മിശിഹായുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങളിലേക്ക് വരുന്ന കൃപ ഒട്ടും പാഴാക്കാതെ പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ കുർബാനർപ്പണം വഴി ഒരു പടി കൂടി ദൈവകൃപയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപയിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ്യം ഈ ബലിയർപ്പണത്തിലുടനീളം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ.
കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ ശക്തി കേന്ദ്രമായ ദൈവമേ, ഞങ്ങളുടെ അപേക്ഷകൾ കനിവാർന്ന് ശ്രവിക്കണമേ. നശ്വരമായ ബലഹീനതയ്ക്ക് അങ്ങേ കൂടാതെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്തതിനാൽ അങ്ങേ കൃപയുടെ സഹായം എപ്പോഴും നൽകണമേ. അങ്ങേ കൽപ്പനകൾ പിഞ്ചെന്ന ചിന്തയിലും പ്രവൃത്തിയിലും അങ്ങേ ഞങ്ങൾ പ്രസാദിപ്പിക്കുമാറാകട്ടെ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വൃദ്ധമാകരുതെന്ന് അവിടുത്തെ പ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവിടുന്ന് അരുൾ ചെയ്യുന്നു: സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആരും കുറ്റം കാണാതിരിക്കേണ്ടതിന് ഞങ്ങൾ ആർക്കും ഒന്നിനും പ്രതിബന്ധം ഉണ്ടാക്കുന്നില്ല. മറിച്ച് എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. വലിയ സഹനത്തിൽ, പീഡകളിൽ, ഞെരുക്കങ്ങളിൽ, അത്യാഹിതങ്ങളിൽ, മർദ്ദനങ്ങളിൽ, കാരാഗൃഹങ്ങളിൽ, കലഹങ്ങളിൽ, അധ്വാനങ്ങളിൽ, ജാഗരണത്തിൽ, വിശപ്പിൽ, ശുദ്ധതയിൽ, ജ്ഞാനത്തിൽ, ക്ഷമയിൽ, ദയയിൽ, പരിശുദ്ധാത്മാവിൽ, നിഷ്കള സ്നേഹത്തിൽ, സത്യസന്ധമായ വാക്കിൽ, ദൈവത്തിൻ്റെ ശക്തിയിൽ, വലതു കൈയിലും ഇടതു കൈയിലുമുള്ള നീതിയുടെ ആയുധത്തിൽ, ബഹുമാനത്തിലും അവമാനത്തിലും, സൽകൃതിയിലും ദുഷ്കൃതിയിലും ഞങ്ങൾ അഭിമാനിക്കുന്നു. വഞ്ചകരെ പോലെ ഞങ്ങൾ കരുതപ്പെടുന്നു, എങ്കിലും ഞങ്ങൾ സത്യസന്ധരാണ്. ഞങ്ങൾ അറിയപ്പെടാത്തവരെ പോലെയാണെങ്കിലും അറിയപ്പെട്ടവരാണ്. മരിക്കുന്നവരെ പോലെയാണെങ്കിലും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെ പോലെയാണെങ്കിലും വധിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ദുഷ്ടരെ പോലെയാണെങ്കിലും സദാ സന്തോഷിക്കുന്നു. ദരിദ്രരെ പോലെയാണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു. ഒന്നുമില്ലാത്തവരെ പോലെയാണെങ്കിലും എല്ലാം ആർജിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്യുന്നു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുത്തെ അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്യുന്നു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. അവിടുന്ന് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്യുന്നു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലത്തുകരണ തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോകുക. ചോദിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ വായന അത് കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. അതിൽ 6:1 ഇപ്രകാരമാണ്: സഹോദരരെ, നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് അവിടുത്തെ സഹപ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുത്. നമ്മൾ ഒരു തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി നമ്മൾ ചിലപ്പോൾ എന്തൊക്കെയായിരിക്കാം പ്രാർത്ഥിക്കുക. ജോലി കിട്ടണം, വിവാഹം നടക്കണം, കുഞ്ഞുങ്ങളുണ്ടാകണം, കടബാധ്യത മാറണം, വീട് പണി പൂർത്തിയാകണം, സമാധാനം ഉണ്ടാകണം. ഇങ്ങനെ കുറേ ഒത്തിരി ഭൗതിക നന്മകൾ നമ്മൾ ആഗ്രഹിക്കും. യഥാർത്ഥത്തിൽ ഒരു കത്തോലിക്ക വിശ്വാസി എന്ന നിലയിൽ ഈ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ, കൃപ നിറഞ്ഞ മറിയത്തിൻ്റെ ഈ അത്ഭുത സാന്നിധ്യമുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത്, എനിക്ക് കുറച്ചുകൂടി കൃപ തരണമേ എന്നാണ്. എനിക്ക് കുറച്ചുകൂടി കൃപ വേണം എന്ന് പ്രാർത്ഥിക്കുന്നവർ ഉണ്ടോ ഈ കൂട്ടത്തിൽ? എനിക്ക് കുറച്ചുകൂടി കൃപ തരണമേ കർത്താവേ, എനിക്ക് കൃപ വേണം, എനിക്ക് വേറൊന്നും വേണമെന്നില്ല, കൃപ അത് മതി എനിക്ക്. അത് കിട്ടിയാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വന്ന് ചേർന്നോളും. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മളിങ്ങനെ ഭൗതിക നന്മകൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാകാം നമുക്ക് തെറ്റുപറ്റുന്നത്. ചിലപ്പോൾ ഈ ചരട് കൊണ്ട് കെട്ടുന്നത് കല്യാണമെന്ന ഭൗതിക നന്മ, അതാണ് നമ്മുടെ ലക്ഷ്യം, കൃപയല്ല. ഇനി കുഞ്ഞ് എന്നുള്ള ആ ഒരു ഭൗതിക നന്മ ആഗ്രഹിക്കുന്നത് കൊണ്ടാകാം ചിലപ്പോൾ ഈ തൊട്ടിലെന്ന ദുരാചാരം ചെയ്തു പോകുന്നത്. തൊട്ടിൽ കെട്ടുക, ഇല്ല ഒരു മരത്തിൽ കൊണ്ട് കെട്ടുക. ഇപ്പോൾ ഈ ഭൗതിക കാര്യങ്ങൾ ഇങ്ങനെ അതിര് കവിഞ്ഞ് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് തെറ്റുപറ്റുന്നുണ്ട്. ഈ ബൈബിളിലും ധൂർത്തപുത്രൻ, അവൻ സ്വത്ത് ആഗ്രഹിച്ചു, പിതാവിനോട് സ്വത്ത് ചോദിച്ചു, എൻ്റെ ഓഹരി എനിക്ക് തരിക. ഭൗതിക നന്മയാണ് അവൻ ചോദിച്ചത്. അത് ചോദിച്ച പ്രവൃത്തി തന്നെ വലിയ തെറ്റായിപ്പോയി. പിന്നെ അതിനെ തുടർന്ന് അവൻ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി. ചിലപ്പോൾ അങ്ങനെ തെറ്റുപറ്റാം. ഭൗതിക നന്മകളൊക്കെ, ദൈവം നമുക്ക് വേണ്ടി മരിച്ചത് നമ്മളെ രക്ഷിക്കാനും പാപത്തിൽ നിന്ന് മോചിപ്പിച്ച കൃപയ്ക്ക് മേൽ കൃപ നൽകാനുമായിട്ടാണ് ദൈവം നമ്മളെ രക്ഷിച്ചത്. പറുദീസയിൽ നഷ്ടപ്പെട്ട കൃപ അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ നമുക്ക് വേണ്ടി മരിച്ചത്. ഇല്ല, നമ്മളിങ്ങനെ വസ്തുക്കൾ ചിലപ്പോൾ വെഞ്ചരിക്കും. വാഹനങ്ങൾ വെഞ്ചരിക്കാനായിട്ട് ആളുകൾ തിരക്ക് കൂട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നാട്ടിൽ വെഞ്ചരിച്ചതായിരിക്കാം, പക്ഷെ ഇവിടെ വന്നൊന്ന് വെഞ്ചരിക്കണം എന്ന് പറഞ്ഞിട്ട് വാഹനങ്ങളുമായിട്ട് വരും. പക്ഷേ വാഹനങ്ങൾ വെഞ്ചരിക്കാൻ വരുന്ന നമ്മൾ ചിലപ്പോൾ കുമ്പസാരിക്കുകയോ കുർബാന സ്വീകരിക്കുകയോ കുർബാനയിൽ പങ്കെടുക്കുകയോ ചെയ്യാതെ പോകുന്നുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, വസ്തുക്കൾക്ക് വേണ്ടിയിട്ടാണോ ഈശോ കുരിശിൽ മരിച്ചത്? നമ്മുടെ കാറിന് വേണ്ടിയിട്ടാണോ ഈശോ കുരിശിൽ മരിച്ചത്? കല്ലും മണ്ണും കൊണ്ട് കെട്ടിപ്പൊക്കിയ വീടിന് വേണ്ടിയിട്ടാണോ ഈശോ കുരിശിൽ മരിച്ചത്? നമുക്ക് വേണ്ടിയിട്ടല്ലേ ഈശോ കുരിശിൽ മരിച്ചത്? അപ്പം നമ്മളെയല്ലേ വിശുദ്ധീകരിക്കേണ്ടത് ആദ്യം? നമ്മളെ വിശുദ്ധീകരിക്കാതെ വസ്തുക്കൾ വിശുദ്ധീകരിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ഭൗതിക നേട്ടങ്ങളും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഈ കൃപയാണ്. കൃപ തരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ധൂർത്തപുത്രൻ അങ്ങനെ അവന് ആ കൃപ നഷ്ടപ്പെട്ടു പോയത്
ചിലപ്പോൾ പിതാവ് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു കാണും. ആരോ പ്രാർത്ഥിച്ചു, ഇല്ല ആരൊക്കെയോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന തോന്നൽ നല്ലതാണ്. നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല കയറിപ്പോന്നത്. തെറ്റിൽ നിന്നും ദുരിതത്തിൽ നിന്നും കയറിപ്പോന്നത് നമ്മുടെ കഴിവ് കൊണ്ടൊന്നുമല്ല. പൂർവികരുടെ പ്രാർത്ഥന കൊണ്ടോ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടോ ഒക്കെ ആയിരിക്കാം. അപ്പം അപ്പനിരുന്ന വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു കാണും, എൻ്റെ മകൻ തിരിച്ചു വരണമേ, എൻ്റെ മകൻ തിരിച്ചു വരണമേ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പന്നിക്കൂട്ടിൽ ആരും ഉപദേശിക്കാനില്ല. അങ്ങനെ ഉപദേശിക്കാത്തൊരവസ്ഥയിൽ ദൈവാത്മാവ് ഇടപെട്ടു. അതാണ് ലൂക്കായുടെ സുവിശേഷം 15:17. അപ്പോൾ അവന് സുബോധമുണ്ടായി, വീട്ടിൽ പോകാനുള്ള ബോധമുണ്ടായി. അവൻ്റെ മുന്നിൽ കുറെ തടസ്സങ്ങളുണ്ട്. എല്ലാം വാങ്ങിച്ച് പോന്നതല്ലേ, അപ്പൻ വീട്ടിൽ കയറ്റുമോ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ, സംശയിച്ചിരുന്നെങ്കിൽ അവൻ വീട്ടിലേക്ക് തിരികെ വരില്ലായിരുന്നു. ഇനി എല്ലാം വാങ്ങിച്ച് പോന്നത് വേലക്കാരൊക്കെ വീട്ടിലുണ്ട്, അവരുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമാകും. ദൈവമേ, അവരെല്ലാവരും എന്നെ കളിയാക്കിച്ചിരിക്കുമല്ലോ, ദേ തോറ്റ് തുന്നം പാടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ, പരിഹാസപാത്രമാകുമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അവൻ വരില്ലായിരുന്നു. ഇനി വീട്ടിൽ വന്ന് കയറിയപ്പോൾ അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ്. പിതാവിൻ്റെ സ്നേഹം എല്ലാം അത് കൃപയാണ്, അത് കൃപയാണ്. അവന് ചോദിക്കാത്തത് കൂടി അവന് ലഭിച്ചു. അവനൊന്നും ചോദിച്ചില്ല, നമ്മളെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവനൊന്നും ചോദിച്ചില്ല. പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവന് കിട്ടിയപ്പോൾ അവൻ നിശബ്ദമായിരുന്നു. അവനെല്ലാം വന്നു ചേർന്നു അവൻ്റെ ജീവിതത്തിലേക്ക്. വസ്ത്രം, ഭക്ഷണം, ചെരുപ്പ്, മോതിരം, നല്ല വിരുന്ന്, പിതാവിൻ്റെ സ്നേഹം, കരുതൽ. പിതാവ് മൂത്ത ചേട്ടനോട്, അവൻ്റെ ചേട്ടനോട് ഇവന് വേണ്ടി സംസാരിച്ചു. ചേട്ടൻ പിറുപിറുക്കുന്നത് കണ്ടപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ശരിയാകില്ല, ചേട്ടന് ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ച് അവൻ തിരിച്ചു പോയിരുന്നെങ്കിൽ, ഞാൻ ആരുടെ സ്വസ്ഥത കളയാൻ ഞാനില്ല, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൻ തിരിച്ചു പോയിരുന്നു. അപ്പോൾ ഈ കൃപ എപ്പോഴും നമ്മളെ ഒരു വലിയ നിശബ്ദതയിലേക്ക് കൊണ്ടുവരും. ഇന്നത്തെ ഒന്നാം വായനയിൽ ഒത്തിരി കാര്യങ്ങൾ, ഒരു 10-22-23 കാര്യങ്ങളാണ് പറയാം. വലിയ സഹനത്തിൽ, പീഡകളിൽ, ഞെരുക്കങ്ങളിൽ, അത്യാഹിതങ്ങളിൽ, മർദ്ദനങ്ങളിൽ, കാരാഗ്രഹങ്ങളിൽ, ലഹളകളിൽ, അധ്വാനങ്ങളിൽ, ജാഗരണത്തിൽ, വിശപ്പിൽ, ശുദ്ധതയിൽ, ജ്ഞാനത്തിൽ, ക്ഷമയിൽ, ദയയിൽ, പരിശുദ്ധാത്മാവിൽ, നിഷ്കളങ്ക സ്നേഹത്തിൽ, സത്യസന്ധമായ വാക്കിൽ, ദൈവത്തിൻ്റെ ശക്തിയിൽ, വലത് കൈയിലും ഇടത് കൈയിലുമുള്ള നീതിയുടെ ആയുധത്തിൽ, ബഹുമാനത്തിലും അവമാനത്തിലും, സൽകീർത്തിയിലും ദുഷ്കീർത്തിയിലും ഞാൻ അഭിമാനിക്കുന്നു. കൃപ കിട്ടിയവൻ പിന്നെ അഭിമാനമാണ്, അവനൊന്നും മിണ്ടില്ല, അവനൊന്നും കുഴപ്പമില്ല. കൃപ കിട്ടിയവന് എല്ലാത്തിലും അഭിമാനം ഉണ്ടാകും, എല്ലാത്തിലും അഭിമാനമുണ്ട്. അവനൊന്നുമില്ലെങ്കിലും ദരിദ്രരെ പോലെയാണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെ പോലെയാണെങ്കിലും വധിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ദുഃഖിതരെ പോലെയാണെങ്കിലും സദാ സന്തോഷിക്കുന്നു. അപ്പോൾ ഈ ദുഃഖങ്ങളുണ്ടെങ്കിൽ കൃപ കിട്ടിയാൽ ആ ഒരു നിറവ് നമുക്കുണ്ടാവും. കൃപയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഈ കൃപ കിട്ടിയ മറിയത്തെ വിളിച്ചത് ദൈവകൃപ നിറഞ്ഞവളെ എന്നല്ലേ, നല്ല സുന്ദരിയായവളെ എന്നല്ലല്ലോ വിളിച്ചത്. നല്ല സുന്ദരിയായവളെ അങ്ങനെയല്ല, കൃപ നിറഞ്ഞവളെ. കൃപയാണ് ഒരു മാനദണ്ഡം. ദൈവം പ്രവർത്തിക്കുന്നതിൻ്റെ മാനദണ്ഡം കൃപയാണ്. എന്തെങ്കിലും ഭൗതിക നന്മകളോ അല്ല. ഇല്ല, ദൈവത്തിന് മുമ്പിൽ കുറച്ച് സമ്പത്ത് കൂടുതലുള്ളവൻ, കുറച്ച് ബഹുമാനമുള്ള ഉദ്യോഗമുള്ളവൻ, അവനാണോ ദൈവത്തിന് മുമ്പിൽ ഒന്നാം സ്ഥാനം? കൃപയുള്ളവർക്കാണ് ഒന്നാം സ്ഥാനം. അതുകൊണ്ട് നമ്മൾ കൃപയാണ് ചോദിക്കേണ്ടത്. മറിയം കൃപ നിറഞ്ഞവളായിരുന്നു. ഈശോയെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 2:40 പറയുന്ന ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മിന്നലൊളി കൊണ്ട് വലിയ ബോധ്യത്തിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് വന്ന പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ചൊരിഞ്ഞ ദൈവകൃപ നിഷ്ഫലമായി പോയിട്ടില്ല. എൻ്റെ അധ്വാനമെല്ലാം അത് ദൈവകൃപയാണ് അധ്വാനിച്ചത്, ഞാനല്ല അധ്വാനിച്ചത്. ഇങ്ങനെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 15-ാം വാക്യം, ദൈവകൃപ ആർക്കും നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. ദൈവകൃപ ആർക്കും നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. നമുക്ക് ഒരാൾക്ക് വേണ്ടി പൈസ മുടക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ പോയിട്ട് പഠിക്കുന്നില്ല, അപ്പോൾ ആ എമൗണ്ട് വെറുതെ വേസ്റ്റായി എന്ന് പറഞ്ഞ പോലെ ഈശോ കുരിശിൽ മരിച്ച് നമുക്ക് തന്ന കൃപ കുംഭസാരത്തിലൂടെയും പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയൊക്കെ ദൈവം തരുന്ന കൃപ നമ്മളത് ഉപയോഗിക്കണം. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനിക്കണം. ദൈവത്തിന് നിരക്കാത്ത കാര്യം ചെയ്യരുത്. ഇപ്പോൾ ഈ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന്
ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കൃപ ചോർത്തിക്കളഞ്ഞു. മനസ്സിലായോ? ലഹരി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരാചാരം ചെയ്യുന്നതിനെ പ്രതി ഈശോ കുരിശിൽ മരിച്ച് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളൊരു ദുരാചാരത്തിൻ്റെ പുറകെ പോയാൽ കൃപ ചോർന്നു പോയി. കുറുക്കു വഴികൾ, യഥാർത്ഥത്തിൽ നമ്മൾ രക്ഷപ്പെടാനുള്ള കുറുക്കു വഴി ദൈവത്തോട് ചേർന്ന് നിൽക്കുക തന്നെയാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ് അടുത്ത ഞായറാഴ്ച. നമ്മളത് ഒരാഴ്ച അതിനുവേണ്ടി ഒരുങ്ങുന്നത് നല്ലതാണ്. നന്നായിട്ടൊക്കെ ഒന്ന് കുമ്പസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ച് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ അങ്ങനെയല്ലേ ആഘോഷിക്കേണ്ടത്? ഈശോയുടെ തിരു ശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും തിരുനാളാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. അപ്പം അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഈ കൃപ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ് പരിശുദ്ധ കുർബാന സ്വീകരണം. അതുകൊണ്ട് ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴും യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് ഇത് ജീവൻ നൽകുന്ന അപ്പമാണ്. ഇത് ജീവൻ നൽകുന്ന അപ്പമാണ്. അതായത് ജീവന്റെ മറ്റൊരു വാക്കാണല്ലോ കൃപ കിട്ടുന്ന അപ്പമാണ് പരിശുദ്ധ കുർബാന. അപ്പം അത് കേട്ടപ്പോൾ അപ്പോസ്തലന്മാരും യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 34-ാം വാക്യം, കർത്താവേ ഈ അപ്പം ഞങ്ങൾക്ക് എന്നും തരണമേ. നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ, അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്നത്? ഇത് എന്നും ചോറ് തരണമെന്നാണോ പ്രാർത്ഥന? എനിക്ക് തോന്നുന്നത് കൃപ തരണമെന്നാണ്. നമുക്ക് ജീവിക്കാൻ വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 3-ാം വാക്യം, അന്നന്ന് വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ. പൗലോസ് അപ്പോസ്തലൻ നടപടി പുസ്തകത്തിൽ അയാൾക്ക് മാനസാന്തരമുണ്ടായല്ലോ. അത് 9-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യം, ഉടൻ തന്നെ, അതായത് അനനിയാസ് സാവൂളിൻ്റെ ശിരസിൽ കരം വെച്ചു, അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടി, എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. നടപടി പുസ്തകം 9:19 ഉടനെ പറയുന്ന കാര്യം എന്താണെന്നറിയാവോ? അനന്തരം അവൻ ഭക്ഷണം കഴിച്ചു ശക്തി പ്രാപിച്ചു. അപ്പോൾ ഈ പരിശുദ്ധ കുർബാന കൃപ കിട്ടുന്നൊരു വഴിയാണ്, ശക്തി കിട്ടുന്ന വഴിയാണ്, ആത്മീയ ജീവിതത്തിൽ ശക്തി കിട്ടുന്ന വഴിയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1 രാജാക്കന്മാർ, അത് 19-ാമത്തെ അധ്യായം, അതിൽ ഏലിയ പ്രവാചകൻ ജസബൽ രാജ്ഞിയെ ഭയന്ന് അന്യദേവനെ ആരാധിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ആരാധിക്കാനെന്ന് പറഞ്ഞ് അങ്ങനെ ജസബൽ രാജ്ഞി ഓടിച്ചിടുകയാണ്. അപ്പോൾ ഹോറേബ് മല ലക്ഷ്യമാക്കി ഇദ്ദേഹം യാത്ര തുടരുകയാണ്. ഓടി തളർന്ന് അദ്ദേഹം അങ്ങനെ കിടന്നുറങ്ങി. അപ്പൊ കർത്താവിൻ്റെ ദൂതൻ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. 1 രാജാക്കന്മാർ 19:8 അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അതിൻ്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും നടന്നു കർത്താവിൻ്റെ മലയായ ഹോറേബിലെത്തി. നമുക്കറിയാമല്ലോ, ഒരു ബാലിക, മരിച്ചുപോയ ബാലിക, അത് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ്. 5-ാം അധ്യായത്തിൽ ബാലിക മരിച്ചിട്ടില്ല, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അങ്ങനെ ഈശോ അവിടെ ചെന്നിട്ട് തളിത്താക്കും, ബാലിക എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബാലിക എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴും ആദ്യം ഈശോ പറഞ്ഞ കാര്യം, യേശു ഈ വിവരം അറിയരുത് എന്ന്, ആരും ഈ വിവരം അറിയരുത് എന്ന് യേശു അവർക്ക് കർശനമായ ആജ്ഞ നൽകി. അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിർദ്ദേശിച്ചു. അപ്പം ഈ ഭക്ഷണം, നമ്മൾ എന്താണ് ഭക്ഷണം? അവൾ പട്ടിണി കിടക്കുകയല്ലായിരുന്നല്ലോ, ഇല്ലേ? അപ്പോൾ ഈ ഭക്ഷണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ പരിശുദ്ധ കുർബാനയുമായിട്ട് ചിന്തിക്കുമ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഒരുക്കം ആവശ്യമാണ്. പരിശുദ്ധ കുർബാന തിരുനാളിൽ നമ്മൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക തന്നെയാണ് കൃപ കിട്ടാനുള്ള വഴി. പെട്ടെന്ന് അനുഗ്രഹം വരാൻ വേണ്ടിയിട്ടുള്ള വഴിയും ഇത് തന്നെയാണ്. നമ്മൾ പെട്ടെന്ന് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് ആണെന്ന് കരുതിയാണ് പലപ്പോഴും ദുരാചാരങ്ങൾ ചെയ്യുന്നത്. പെട്ടെന്ന് അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഒരു ചരട് കൊണ്ട് കെട്ടുക എന്നത് വളരെ നിസ്സാരമാണല്ലോ. പെട്ടെന്ന് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് ദുരാചാരങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഈശോ പറയാണ്, പെട്ടെന്ന് അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് കൂദാശകൾ സ്വീകരിക്കുക. നിന്റെ ജീവിതത്തിൽ പെട്ടെന്ന് അനുഗ്രഹങ്ങൾ വേണമോ? അങ്ങയുടെ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ തീർത്തും നിലം പറ്റിയിരിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ അതിവേഗം ചൊരിയണമേ.
അതിവേഗം ദൈവത്തിൻ്റെ കൃപ കടന്നു വരാൻ യഥാർത്ഥത്തിൽ കൗദാശികമായ സ്വീകരണമാണ് നമുക്ക് ആവശ്യം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം കർത്താവിന് 14-ാമത്തെ വാക്യമാണ്. ജ്ഞാനം 4:14. കർത്താവിന് പ്രീതികരനാകയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവന് വേഗം രക്ഷിച്ചു. ജനതകൾ കണ്ടു, പക്ഷെ ഗ്രഹിച്ചില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ദൈവം കൃപയും അനുഗ്രഹവും വർഷിക്കുന്നതും വിശുദ്ധരെ കാത്തുപാലിക്കുന്നതും അവർ മനസ്സിലാക്കിയില്ല. ആളുകൾ അനുഗ്രഹം പ്രാപിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് എന്ന് തെറ്റിൽ വീണ് പെട്ടുഴലെന്നവർ മനസ്സിലാക്കിയില്ല. അവർക്ക് മനസ്സിലാകുന്നില്ല കൃപ കൊണ്ടാണ് അവരൊക്കെ രക്ഷപ്പെട്ടതെന്നും കർത്താവിൻ്റെ കൃപയാണ് നമ്മളെ രക്ഷിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ബലഹീനതയിലും ദുരിതങ്ങളിലും നമുക്ക് കർത്താവിൻ്റെ കൃപ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് വേണ്ടി നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാം. അടുത്ത ഞായറാഴ്ചയാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. അത് നമ്മുടെ ജീവൻ്റെ ഭാഗമാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കടലോളം സ്നേഹമായി മരുഭൂവാമാനസേ, മലയോളം കൃപയുമായി കൃപ ചോർന്നൻ ജീവനിൽ. കടലോളം സ്നേഹമായി മരുഭൂവാമാനസേ, മലയോളം കൃപയുമായി കൃപ ചോർന്നൻ ജീവനിൽ. സ്വർഗം എൻ സ്വന്തം, എൻ ഈശോ എൻ സ്വന്തം. ഹൃദയം പറുദീസ, എൻ ഈശോ എൻ ഭാഗ്യം. സ്വർഗം എൻ സ്വന്തം, എൻ ഈശോ എൻ സ്വന്തം. ഹൃദയം പറുദീസ, എൻ ഈശോ എൻ ഭാഗ്യം. അനവരതം കൃപ ചൊരിയുന്നീശോ കാരാധന. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗസമ്മാനമേ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം ഭോജ്യമേ, ദ്യോവിതിൻ യാത്രയിൽ എൻ്റെ ദിവ്യപാതേയമേ. കൃപ നിറഞ്ഞ പരിശുദ്ധമ്മേ, ഞങ്ങൾ ഇന്ന് പരിശുദ്ധ കുർബാന ഇവിടെ അർപ്പിക്കുമ്പോൾ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് കൃപ വർദ്ധിക്കുവാനുള്ള വഴികൾ ഞങ്ങളുടെ മുന്നിൽ തുറന്നു തരണമേ. ഞങ്ങൾക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും കുമ്പസാരിക്കുമ്പോഴും മേൽക്കുമേൽ കൃപയിൽ വളരാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ആമേൻ. കനിവോടെ സ്വീകരിക്കണമേ, നിറയുമീ ജീവിതത്താലത്തിൽ സന്തോഷ സന്താപ മാലിക. കനിവോടെ സ്വീകരിക്കണമേ, കനിവോടെ സ്വീകരിക്കണമേ. നിറയുമീ ജീവിതത്താലത്തിൽ സന്തോഷ സന്താപ മാലിക. കനിവോടെ സ്വീകരിക്കണമേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, മനുഷ്യകുലത്തിൻ്റെയും സമർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങളുടെയും സത്ത ഭോജനത്താൽ അങ്ങ് പരിപോഷിപ്പിക്കുകയും കൂദാശയാൽ നവീകരിക്കുകയും ചെയ്യുന്നുവല്ലോ. അവയുടെ സഹായം ഞങ്ങളുടെ ശരീരങ്ങൾക്കും മാനസങ്ങൾക്കും
ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യം മരണത്തിൽ ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച്
തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൂസഫിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനെ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും
എന്നുമെന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച അങ്ങേ ദിവ്യ ഭോജനം അങ്ങിലുള്ള വിശ്വാസികളുടെ ഐക്യം സൂചിപ്പിക്കുന്ന പോലെ അങ്ങേ സഭയിലത് ഐക്യത്തിൻ്റെ ഫലമുളവാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.